കേരളത്തിൽ വിൽപ്പനയ്ക്ക് നിരോധനമുള്ള കർണാടക നിർമ്മിത മദ്യവുമായി കുമ്പളയിൽ ഒരാൾ പിടിയിൽ. രണ്ടാമൻ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ഇയാൾ മദ്രസ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതായും പരാതിയുണ്ട്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിലാണ് കർണാടക സ്വദേശിയായ നിഖിൽ എന്ന യുവാവ് 159 ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യവുമായി പിടിയിലായത്. ഇയാളെ തത്സമയം തന്നെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും കൂട്ടുപ്രതിയായ കുണ്ടങ്കടക്ക് സ്വദേശി സണ്ണി പ്രഭാകരൻ എന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ഇയാൾ മദ്രസ വിട്ടുവരികയായിരുന്ന കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതായും അസഭ്യം വിളിച്ചു പറഞ്ഞതായും പരാതിയുണ്ട്. മാത്രമല്ല, നേരത്തെ എക്സൈസ് സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതിയായ ഇയാൾക്കെതിരെ കുമ്പള പോലീസ് സ്റ്റേഷനിലും നിരവധി കേസുകളുണ്ടെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ KV ശ്രാവൺ അറിയിച്ചു. 2026 ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കനത്ത പരിശോധന നടത്തുകയാണ്. ആയതിൻ്റെ ഭാഗമായി ഇന്നേ ദിവസം കുമ്പള കുണ്ടങ്കരടുത്ത ദേശത്ത് വെച്ച് റിനോൾട്ട് ലോഗൻ കാറിൽ കടത്തുകയായിരുന്ന 159 ലിറ്റർ കർണാടക മദ്യവുമായി കർണാടക സ്വദേശിയായി നിഖിൽ ഒന്നാം പ്രതിയായി കുണ്ടങ്കരടുത്ത് തന്നെ ഹാബിച്വൽ ഓഫൻഡേഴ്സ് ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള അണ്ണി പ്രഭാകരൻ എന്നയാളെ രണ്ടാം സ്ഥാനത്ത് പ്രതിയാണ് കുമ്പള എക്സൈസ് പാർട്ടി കേസെടുത്തിട്ടുണ്ട്. ഇന്നേ ദിവസം ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 159.84 ലിറ്റർ കർണാടക മദ്യം പിടിച്ചെടുത്തത്. ഒന്നാം പ്രതിയായ നിഖിലിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും രണ്ടാം പ്രതിയായ അണ്ണി പ്രഭാകരൻ തത്സമയം കൂടി രക്ഷപ്പെട്ടതിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. രണ്ടാം പ്രതിയായ കുണ്ടങ്കരടുത്ത ദേശത്തെ അണ്ണി പ്രഭാകരൻ കുമ്പള പോലീസിലെയും കുമ്പള എക്സൈസ് റേഞ്ച് ഓഫീസിലെയും നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയാണ്. മുമ്പ് കുമ്പള എക്സൈസ് പാർട്ടി ആക്രമിച്ച കേസിലും എക്സൈസ് ഓഫീസ് ആക്രമിച്ച കേസിലും പ്രതി കൂടിയാണ്. എക്സൈസ് ഓഫീസർ M. അഖിലേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KV ശ്രാവൺ, P. രാഹുൽ, എക്സൈസ് ഡ്രൈവർ പ്രവീൺ കുമാർ എന്നിവരാണ് മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.